നമ്മുടെ പുണ്യചരിതനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതിയ ഒരു ചാക്രിക ലേഖനമുണ്ട്. അതിന്റെ പേരെന്താണെന്നറിയോ? വിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതിയൊരു ചാക്രിക ലേഖനം. എൻ്റെ പേര് കുട്ടികൾ അതിൻ്റെ ലാറ്റിൻ വാക്ക് ഞാൻ പറയാം, മലയാളം പറഞ്ഞാൽ മതി. എക്ലേസിയ ദി യൂക്കരിസ്തിയ. എന്താ മലയാളം? സഭയും വിശുദ്ധ കുർബാനയും. ഈ സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിന്റെ 6-ാമത്തെ അധ്യായം മാതാവിനെ കുറിച്ച് പറയുന്നത്. അതിനകത്ത് മാർപ്പാപ്പ നമ്മൾ പറയും, നിങ്ങൾ മാതാവിന്റെ കളരിയിൽ ഇരുന്ന് പഠിക്കണം, മാതാവിന്റെ LKG-ലും UKG-ലും പോയി പഠിക്കണം, എങ്കിലേ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അതിന്റെ 57-ാം ഖണ്ഡികയിലൊക്കെ ഇപ്രകാരം പറഞ്ഞു വയ്ക്കും, ഓരോ കുർബാനയിലും നിങ്ങൾക്ക് 3 ദാനങ്ങൾ ലഭിക്കുന്നു. നമ്മളൊക്കെ നിരന്തരം കുർബാന കൂടുന്നവരാണ്. ഈ കുർബാന ലഭിക്കുന്ന 3 ദാനങ്ങൾ ഏതൊക്കെയാ? കുർബാനയിൽ നമുക്ക് കിട്ടുന്ന 3 ദാനങ്ങൾ. 1-ാമത്തെ ദാനം എന്തോ? ഈശോയാകുന്ന ദാനം. 2-ാമത്തെ ദാനം ഈശോയും ത്രിത്വേക ദൈവത്തെ കിട്ടുന്നു. ഈശോയും അതിൽ പരിശുദ്ധാത്മാവ് ഉൾപ്പെടുന്നു. 2-ാമത്തെ ദാനം മാതാവെന്ന ദാനം. 3-ാമത്തെ ദാനം സമൂഹമാകുന്ന ദാനം. ഓരോ സഹോദരങ്ങളെ ദൈവം ദാനമായിട്ട് നൽകുകയാണ് ഓരോ കുർബാനയിൽ. അങ്ങനെ കുർബാനയിൽ 3 ദാനങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തും. ഈശോ എന്ന ദാനം, അതായത് ത്രിത്വേക ദൈവം എന്ന ദാനം. 2-ാമത് മാതാവെന്ന ദാനം. 3-ാമത് സമൂഹമാകുന്ന നമ്മളൊക്കെ സഹോദരങ്ങളെയും കൂട്ടിക്കൊണ്ടുള്ള ദാനം. അങ്ങനെ ഓരോ കുർബാനയും നമ്മൾ മാതാവിനെ ഓർമ്മിക്കുന്നുണ്ട്. നമ്മുടെ കുർബാനയെ നമ്മൾ എവിടെയൊക്കെയാണ് മാതാവിനെ ഓർമ്മിക്കുന്നത്? സീറോ മലബാർ കുർബാനയിൽ നമ്മൾ പ്രധാനമായിട്ട് മാതാവിനെ ഓർമ്മിക്കുന്നത് എവിടെയൊക്കെയാ? മാതാവിനെ ഓർമ്മിക്കുന്നുണ്ടോ? എന്നാ എവിടെയാ? വിശ്വാസമാണത്തിനുണ്ടോ? അതിനു മുമ്പ് അതിനു മുമ്പത്തെ പാട്ട് താതനുമതുപോലെ എന്ന പാട്ടിൽ, ആ പാട്ടിൽ മാതാവിനെ ഓർമ്മിക്കുന്നുണ്ട്. അതായത് ദൈവാംബികയാം കന്യകാമറിയത്തെ സാദരമൂർത്തിരാം പാവനമീമ്പലിൽ. അവിടെ നമ്മൾ മാതാവിനെ ഓർമ്മിക്കുന്നുണ്ട്. വിശ്വാസ പ്രമാണത്തിന് മുമ്പ് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ് മറിയം. ആ മറിയത്തിന്റെ കൃപകൾ ചോദിച്ചുകൊണ്ട് നമ്മൾ മാതാവിനെ ഓർമ്മിക്കുന്നത് അവിടെ. പിന്നെ മാതാവിനെ ഓർമ്മിക്കുന്നത് എവിടെയാ? മാതാവിനെ ഓർമ്മിക്കുന്നുണ്ട് എവിടെയാ? സ്ത്രീയിൽ നിന്ന് ജാതനായി എന്ന് പറഞ്ഞൊരു ഗഹാന്ത പ്രാർത്ഥന ഓർമ്മിക്കുന്നുണ്ട്. ആ സ്ത്രീ ആരാ? പരിശുദ്ധ അമ്മ. വീണ്ടും നമ്മൾ മാതാവിനെ ഓർമ്മിക്കുന്നുണ്ട് 4-ാമത്തെ ഗഹാന്ത ജപത്തിൽ. ഒരു വലിയ ഗഹാന്ത പ്രാർത്ഥന, വലിയ പ്രാർത്ഥനയില്ലേ? പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് മുമ്പ് ഒരു പേജ് നൽകുന്നൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ മാതാവിനെ ഓർമ്മിക്കുന്നത്. അവിടെ പറയും, ഈ വിശുദ്ധ ബലിപീഠത്തിലെ പരിശുദ്ധ അമ്മയുടെ ഓർമ്മ ഉണ്ടായിരിക്കട്ടെ. അതായത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെ ഞങ്ങളെയും ശക്തിപ്പെടുത്തണമേ എന്നും പറഞ്ഞ് വിശുദ്ധ കുർബാനയിലും മാതാവിനെ 2-3 പ്രാവശ്യം ഓർമ്മിക്കുന്നുണ്ട്. പിന്നെ മാർപ്പാപ്പ നമ്മോട് പറഞ്ഞു വയ്ക്കും, ഓരോ കുർബാന കഴിഞ്ഞ് നിങ്ങൾ ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾ മറക്കരുത്. മാതാവ് നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ അമ്മയും കൂട്ടിക്കൊണ്ട് വേണം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകാൻ. ദേവാലയത്തിന്റെ ആനവാതിൽ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ദേവാലയം വിട്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ കൂട്ടിന് ഈ അമ്മ ഉണ്ടാവണം. കാരണം ഈ അമ്മ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ശക്തിയാണ്. ഈശോയെ കുരിശുമരണത്തിന് ശക്തിപ്പെടുത്തിയ അമ്മ പോലെ, അല്ലെങ്കിൽ കാനാലെ കല്യാണബന്ധത്തിന്റെ ശക്തിയായിട്ട് വന്ന മാതാവ്, അങ്ങനെ നമ്മുടെ സഹിയോൻ സാലിലെ സ്ത്രീയന്മാരെ ശക്തിപ്പെടുത്തിയ മാതാവ്, ഏലീശുവായെ ശക്തിപ്പെടുത്തിയ മാതാവ്, ഈ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കും ശക്തിയാണ്. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാനെ ദൈവം കൊടുത്തെ. യോഹന്നാന് വേണ്ടി മാത്രമല്ല ഈ അമ്മയെ കൊടുത്തെ, ലോകത്തിന് മുഴുവനായിട്ട് ഈ അമ്മയെ കൊടുത്തുകൊണ്ട് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തിയാണ്. അതുകൊണ്ട് ഈ അമ്മയെ നമുക്ക് കൂട്ടിന് പിടിച്ചുകൊണ്ട് നമുക്ക് ഭവനങ്ങളിലേക്ക് കടന്നു പോകാം. അപ്പൊ നമ്മുടെ ഭവനം കൂടുതൽ അനുഗ്രഹമായി മാറും. ഈ കുടുംബ വിശുദ്ധീകരണ വർഷത്തിൽ നമ്മുടെ കുടുംബവും കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ടതായി മാറും. ഈ മാതാവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാതാവിനെ കൂട്ടുപിടിക്കാം. നമ്മുടെ ഭവനങ്ങളിലേക്ക് മാതാവെ കടന്നു വരണമെന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ ഭവനങ്ങളിലൊക്കെ വൈകുന്നേരം കടന്നു പോകുമ്പോൾ ഉയർന്നു നിൽക്കുന്ന ജപമാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം. ഇന്നൊക്കെ ആ ജപം കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയാണ് ഈ ദിവ്യകാരുണ്യം മരിയഭവനിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോടുള്ള ഭക്തി കുറയ്ക്കരുത്. എവിടെയൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെയൊക്കെ മാതാവ് പറയുന്നുണ്ട്, നിങ്ങൾ കൊന്തയിൽ പ്രാർത്ഥിക്കണം, എൻ്റെ പുത്രനോട് വേണ്ടി കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറഞ്ഞ് മാതാവ് നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുകയാണ് പുത്രന്റെ സന്നിധിയിൽ. അപ്പോൾ ഈ മാതാവിനെ നമുക്ക് കൂട്ടുപിടിക്കാം. മാതാവിന്റെ ശക്തിയാൽ നമുക്ക് ഈ കുടുംബ വിശുദ്ധീകരണ വർഷം നമ്മുടെ കുടുംബവും വിശുദ്ധീകരിക്കപ്പെട്ടതായി മാറട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് ആരാധനയുടെ ഒരു ഗാനം ആലപിച്ച് ഈശോയെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മടുപ്പുകളൊക്കെ മാറ്റി കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ആരാധനയുടെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ കർത്താവെ ഞങ്ങളിലും നിന്റെ കൃപയായിട്ട് വന്ന് നിറയണമേ. ഈ രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ പല ഉത്തരവാദിത്തങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന്റെ പല സുഖ സൗകര്യങ്ങളും മാറ്റിവെച്ച് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുകയാണ്. ഈശോയെ ഞങ്ങളിലും വന്ന് പൂർണ്ണമായിട്ട് നിറയണമേ എന്ന് നമുക്ക് ഭക്തിപൂർവ്വം ഒരു ആരാധനയുടെ ഗാനം ആലപിച്ച് ദൈവസന്നിധിയിലെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ശ്രീ
അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. ജനനദിക്കരയിൽ താങ്കുവത്തിൽ വന്ന് അഭിഷേകമായി വന്ന പാവനാത്മാവേ ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ചടങ്ങണമേ. ജോതനദിക്കരയിൽ താവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ ചേർന്ന് പാടാൻ കൈ കാണിച്ചുകൊണ്ട് ദൈവത്തിനെ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കാം. അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ചടങ്ങണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. പെന്തക്കോസ്തനാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാലമായി വന്ന പാവനാത്മാവേ നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ അനുഗ്രഹമഴയായി തീരണമേ. പെന്തക്കോസ്തനാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാലമായി വന്ന പാവനാത്മാവേ നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി തീരണമേ. ചേർന്ന് പാടാം, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. സ്വർഗ്ഗം തുറക്കുന്നതും ദൈവമിരിക്കുന്നതും കാണുവാനെങ്കിൽ കണ്ണു തുറക്കണമേ. ദേവദൂതനെ പോൽ എന്നുമെന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. സ്വർഗ്ഗം തുറക്കുന്നതും ദൈവമിരിക്കുന്നതും കാണുവാനെങ്കിൽ കണ്ണു തുറക്കണമേ. ദേവദൂതനെ പോൽ എന്നുമെന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നമുക്ക് ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവെ നിറയണമേ. നമുക്ക് ചേർന്ന് പാടാം. ദൈവസന്നിധിയിലാണ് എല്ലാവരും ചേർന്ന് Hallelujah, hallelujah, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ തൻ്റെ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഹാഗാറിനെ നമ്മൾ കാണുന്നു. ഹാഗാർ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുമ്പോൾ ഒരിട്ട് ദാഹജലത്തിനായി കഴിയുമ്പോൾ ദൈവം അവൾക്ക് മരുഭൂമിയിൽ ദാഹജലം ഒഴുക്കി കൊടുത്തു. തനിക്ക് ദാഹജലം ഒരുക്കി കൊടുത്ത ദൈവത്തെ അവൾ വിളിച്ചു എൽറോയ്, എന്നെ കണ്ട ദൈവത്തെ ഞാനും കണ്ടു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യത്തിൽ തൻ്റെ സമ്പത്തും തനിക്കുള്ളതെല്ലാം അക്കരെ എത്തിച്ചിട്ട് അക്കരെ കടക്കാൻ ശ്രമിക്കുന്ന യാക്കോബിന്
രാത്രി മുഴുവൻ ഒരാളുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു. മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ട് അവസാനം അത് ദൈവമാണെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവത്തോട് അനുഗ്രഹം ചോദിച്ചു വാങ്ങുന്നു യാക്കോബ്. അങ്ങനെ ദൈവത്തോട് മല്ലിട്ട ആ സ്ഥലത്തിന് യാക്കോബ് പേരിടുന്നു. ദൈവത്തോട് മല്ലിട്ട ആ സ്ഥലത്തിന് യാക്കോബ് ബഥേൽ എന്ന് പെനുവേൽ എന്ന് പേരിടുന്നു. വീണ്ടും ദൈവത്തെ സ്വപ്നം കണ്ട സ്ഥലത്തിന് യാക്കോബ് ബഥേൽ എന്ന് പേരിടുന്നു, ദൈവത്തിന്റെ ഭവനമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് എന്നെ കാണുന്ന ദൈവത്തെ കാണാനുള്ള, ദൈവത്തെ എൽറോയ് എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനുള്ള അനുഭവത്തിന്റെ സമയമാണ്. ദൈവത്തോട് മല്ലിട്ടുകൊണ്ട് അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള പെനുവേലാണിത്. ദൈവത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങാനുള്ള ബഥേലാണിത്. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. വിശുദ്ധനായ പുണ്യചരിതനായ അപ്രയം പിതാവ് പ്രകാരം പറയും, ദൈവമേ, മാലാഖ കുളമിളക്കുമ്പോൾ ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ബത്സൈദ കുളക്കരയിൽ പോകാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്നാൽ നീ ഞങ്ങൾക്ക് നൽകിയത് വലിയ ദാനമാണല്ലോ വിശുദ്ധ കുർബാന. ഓരോ ദിവസവും ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന വലിയ സാന്നിധ്യമാണല്ലോ വിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ സുഖപ്പെടുത്താൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നു. നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവെ, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ദൈവത്തോട് നമുക്ക് അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങാം. നമ്മുടെ കാര്യത്തിൽ അത്രമാത്രം വ്യാകുലതയോടെ നമ്മളെ അത്രമാത്രം അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം കാത്തിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങളിലേക്കും നിന്റെ കൃപകളായിട്ട് കടന്നു വരേണ്ട നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലെ മടുപ്പ് കൂടാതെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ കൃപകളെ ചൊരിയണമേ. കർത്താവെ, ധാരാളമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്, അതെല്ലാം പുറക്കണമേ. ബാറൂക്കിന്റെ പുസ്തകം 4:28, നീ ദൈവത്തിനെതിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ ദൈവത്തെ വന്ന് അന്വേഷിക്കുകയും ദൈവം കൃപകൾ ചൊരിയും. നമുക്കും ജീവിതത്തിലുണ്ടായ എല്ലാ പോരായ്മകളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളിതാ ദൈവ സന്നിധിയിലേക്ക് കടന്നു വരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവിധ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് മടുപ്പ് കൂടാതെ കർത്താവെ, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവസനം നിലവിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതി, ഈശോയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതി, ഈശോയെ, ഈശോയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതി, ഈശോയെ, ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. നമ്മളൊക്കെ നിരന്തരം വായിച്ചിട്ടുള്ള ഒരു ഉപമയുണ്ട്, വിതക്കാരൻ്റെ ഉപമ. കാശ് മുടക്കി വിത്ത് മേടിച്ച ഒരു വിതക്കാരനും വിത്തെടുത്ത് വഴിയരിയിലേക്കോ മുള്ളിൻ്റെ ഇടയിലേക്കോ പറപ്പുറത്ത് എറിയുകയാണ്. അവന് വിത്തിൻ്റെ വില അറിയാം. അവൻ വിത്തെറിയുന്നത് നല്ല നിലത്തേക്കായിരിക്കും. പിന്നെ എങ്ങനെയാ ഈ വിത്ത് പറപ്പുറത്ത് വീണ്, മുള്ളിൻ്റെ ഇടയിൽ വീണ്, കുറേ എണ്ണം വഴിയരിയിൽ വീണ്. നല്ല വിതക്കാരനാണ്, ഒരിക്കലും അവൻ വിത്തെടുത്ത് ഈ സ്ഥലങ്ങളിലേക്കൊന്നും എറിയുകയില്ല. വിത്ത് നല്ല നിലത്ത് മാത്രമേ എറിയുള്ളൂ. നല്ല നിലത്ത് വീണ് അത് 100 മേനയും 30 മേനയും 60 മേനയും ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി അവൻ അവിടെ എറിയുള്ളൂ. പിന്നെ ഇങ്ങനെ ഈ വിത്ത് ഇവിടെ വീണേ? നിയോഗം മറന്ന വിത്തുകൾ. ദൈവം നമുക്കൊരു നിയോഗം ലഭിച്ചിട്ടുണ്ട്. ദൈവം ലഭിച്ച നിയോഗം എന്ന് പറഞ്ഞാൽ നല്ല നിലത്ത് വീഴാൻ വേണ്ടിയാണ്. നല്ല നിലത്ത് വീഴാൻ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. വചനത്തിലുടനീളം ദൈവം പലർക്കും നിയോഗം കൊടുക്കുന്നുണ്ട്. ദൈവം നമുക്ക് ഓരോ നിയോഗം ലഭിച്ചിട്ടുണ്ട്. വചനത്തിൽ ദൈവം നിയോഗം കൊടുക്കുന്ന പലരുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. സാമൂലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തില് ഇസ്രായേൽ ജനം സാമൂലിന്റെ മുമ്പിൽ നിലവിളിച്ച് പറയാൻ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അപ്പൊ സാമൂൽ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാ രാജാവ്? നിങ്ങൾക്ക് ന്യായാധിപനായ ഞാനുണ്ടല്ലോ, ഇനി എന്താ നിങ്ങൾക്ക് രാജാവിന്റെ ആവശ്യം? വീണ്ടും വന്ന് ഇസ്രായേൽ ജനം നിലവിളിച്ച് പ്രാർത്ഥിക്കും, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. രാജാവിനെ വേണമെന്ന് പറഞ്ഞ് അവസാനം ദൈവസന്നിധിയിലെത്തും നിലവിളി. ദൈവം പറയും, ഒരു രാജാവിനെ കൊടുത്തേക്ക്. അങ്ങനെ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിട്ട് ദൈവം അഭിഷേകം ചെയ്യുന്നു. ആരെ? സൗളിനെ. സൗളിനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. സൗൾ നല്ലൊരു മനുഷ്യനായിരുന്നു.
സൗളിന് ദൈവം കൊടുത്തു 2-3 നിയോഗങ്ങൾ. എന്റെ ജനത്തെ ദൈവത്തിന്റെ ഇഷ്ടപ്പെട്ട ജനമായിട്ട് വളർത്തുക, ശത്രുക്കളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുക, ഇവരെ വിശുദ്ധ ജനമായിട്ട് വളർത്തിക്കൊണ്ടുവരിക. ഇങ്ങനെ ദൈവം കുറെ നിയോഗങ്ങളെ സൗളിനെ ഏൽപ്പിക്കുന്നു. സൗള് ഈ നിയോഗങ്ങളോടൊക്കെ ആദ്യമായിട്ട് ദൈവസന്നിധിയിൽ കൂടുതൽ വിശ്വസ്തയോടെ നിയോഗങ്ങളെ ഏറ്റെടുത്തു. ദൈവത്തോട് ചേർന്ന് നിയോഗങ്ങളെ ഏറ്റെടുത്ത് ദൈവമേ നിയോഗങ്ങളെ പാലിച്ചുകൊള്ളാം. അങ്ങനെ ദൈവത്തോട് ചേർന്നെന്ന് സഞ്ചരിച്ചപ്പോൾ സൗളിന് എന്നും വിജയമായിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ സൗള് ദൈവത്തിൽ നിന്ന് പതിയെ പതിയെ അകലാൻ തുടങ്ങി. ദൈവത്തിൽ നിന്ന് ദൃഷ്ടി മാറ്റിയപ്പോൾ, ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കാതെ വന്നപ്പോൾ സൗളിന്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുക. സൗള് നിയോഗം മറന്നു, ദൈവത്തിൽ നിന്ന് പതിയെ പതിയെ അകലാൻ തുടങ്ങി. അപ്പോൾ അവന്റെ നിയോഗം മറന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുക. അവന് പിന്നെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നു. ഒരിക്കൽ പോലും തോൽക്കാത്ത സൗള് ശത്രുക്കളിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങുന്നു. അവസാനം ദാരുണമായിട്ട് കൊല്ലപ്പെടുന്നു. സ്വന്തം തന്നെ വാളിൽ വീണ് മരിക്കുന്നു. അങ്ങനെ ദാരുണമായിട്ട് കൊല്ലപ്പെടുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ഈ സൗളിന് എന്നും വിജയമായിരുന്നു. ദൈവത്തിൽ നിന്ന് പതിയെ പതിയെ ദൃഷ്ടി മാറ്റിയപ്പോൾ ഈ സൗള് പരാജയപ്പെടാൻ തുടങ്ങി. ദൈവം ഏൽപ്പിച്ച നിയോഗം മറന്നപ്പോൾ ഈ സൗള് പതിയെ പതിയെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു. ദൈവത്തിന്റെ നിയോഗം മറക്കുമ്പോൾ ജീവിതത്തിൽ പരാജയം സംഭവിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 14-ാം അധ്യായത്തിലൊക്കെ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു. അവിടുത്തെ പശ്ചാത്തലം എങ്ങനെയാണ്? ഇസ്രായേൽ ജനം 40 വർഷമായിട്ട് ഫിലിസ്തീനയുടെ അടിമത്തത്തിലാണ്. വാഗ്ദാന പേടകം ഫിലിസ്തീൻ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ജീവിതത്തിൽ രക്ഷയില്ല. അവസാനം ദൈവം ഒരു രക്ഷകനെ കൊടുക്കുന്നു. ദാൻ ഗോത്രത്തിൽപ്പെട്ട മനോവയ്ക്കും ഭാര്യയ്ക്കും ഒരു പുത്രനെ കൊടുക്കുന്നു. പുത്രന്റെ പേര് സാംസൺ. സാംസനെ ദൈവം കൂടുതൽ അനുഗ്രഹിച്ചു. ദൈവത്തിന് പ്രിയപ്പെട്ട മകനായിട്ട് ദൈവം അവനെ കൊടുത്തു. അവന് കൂടുതൽ കൃപകൾ കൊടുത്തു. അവനോട് പറഞ്ഞു, നീ മുടി വെട്ടരുത്, ദൈവത്തിന്റെ നാസിർ വധക്കാരനാണ് നീ, വീഞ്ഞോ ലഹരി പാനീയങ്ങളോ നീ കുടിക്കരുത്. അങ്ങനെ ഒത്തിരി ശക്തിയുള്ള ഒരു മനുഷ്യനായിട്ട് ദൈവം ഈ സാംസനെ അഭിഷേകം ചെയ്യുക. സാംസനെ പോലെ സൗന്ദര്യമുള്ളവനും സാംസനെ പോലെ ദൃഢഗാത്രനുമായിട്ട് ആരുമില്ലായിരുന്നു ഇസ്രായേലിൽ. അങ്ങനെ സാംസനെ പോലെ ശക്തനായ ഒരു മനുഷ്യനെ ദൈവം കൊടുക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ ഇവന് വിജയം സംഭവിക്കുന്നു. ഇവനെ തോൽപ്പിക്കാൻ ഇസ്രായേലിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇവനെ പോലെ സൗന്ദര്യമുള്ളവനായിട്ട് ഇസ്രായേലിൽ ആരും ഉണ്ടായിരുന്നില്ല. ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് വാഗ്ദാന പേടകം തിരികെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്നു ഈ സാംസൺ. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ഈ സാംസന് എന്നും വിജയമായിരുന്നു. പിന്നെ കുറെ കഴിയുമ്പോൾ നമുക്കറിയാം ഈ സാംസൺ പതിയെ പതിയെ ദൈവത്തിൽ നിന്ന് ദൃഷ്ടി മാറ്റുക. ദൈവത്തിൽ നിന്ന് പതിയെ പതിയെ അകലുമ്പോൾ ഒരു പീറപ്പെണ്ണിന്റെ സൗന്ദര്യത്തിന് മുമ്പിൽ സ്വയം മതിമറന്ന് അവൻ സ്വന്തം ജീവിതത്തിന്റെ ശക്തി എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവനെ ശത്രുക്കൾ വന്ന് ബന്ധിക്കുന്നു. അങ്ങനെ ദാരുണമായിട്ട് കൊല്ലപ്പെടുന്നു. അവന്റെ കണ്ണുകൾ ചുഴന്നിരക്കപ്പെടുന്നു. സാംസൺ പരാജിതനാകും. ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ഈ സാംസൺ എന്നും വിജയമായിരുന്നു. ദൈവത്തിൽ നിന്ന് പതിയെ പതിയെ ദൃഷ്ടി മാറ്റിയപ്പോൾ, ദൈവത്തിൽ നിന്ന് പതിയെ പതിയെ അകന്നപ്പോൾ ഈ സാംസൺ പരാജയപ്പെടുന്നു. അവസാനം ദൈവസന്നിധിയിൽ ഒന്നുമല്ലാതെ തീരുന്നു. പരാജയമായി സംഭവിക്കുന്നു. അങ്ങനെ മരിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു സാംസൺ. ദൈവത്തിൽ നിന്ന് ദൃഷ്ടി മാറ്റിയപ്പോൾ ഈ സാംസൺ പരാജയപ്പെടുന്നു. സോളമന്റെ ചരിത്രം നമുക്കറിയാം. സോളമന്റെ പുസ്തകത്തിൽ സോളമനെ കുറിച്ച് പറയും, ദൈവം അവനെ കൃപകൾ കൊടുത്തു, ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തു. ദാവീദിനോട് പറയുന്നു, നീ എനിക്ക് വേണ്ടി ആലയം പണിയുകയല്ല, എനിക്ക് വേണ്ടി ആലയം പണിയുന്ന നിന്റെ പുത്രനായ സോളമനായിരിക്കും. സോളമൻ അങ്ങനെ ദൈവത്തിന് വേണ്ടി വിശിഷ്ടമായ ഒരു ആലയം പണിയുന്നു. ദൈവം ചോദിക്കുന്നു, നിനക്ക് എന്താ വേണ്ടേ? സോളമൻ പറയുന്നു, ദൈവം എനിക്കൊന്നും വേണ്ട, എനിക്ക് നിന്റെ ജ്ഞാനം മതി. ജ്ഞാനം ചോദിക്കുന്ന സോളമന് ദൈവം എല്ലാം കൊടുക്കുന്നു. സോളമന് ജ്ഞാനം മാത്രമല്ല സമ്പത്ത് കൊടുക്കുന്നു. അവനെപ്പോലെ സമ്പത്തുള്ള ആരും ഉണ്ടായിരുന്നില്ല ആ നാട്ടില്. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ഈ സോളമന് ശത്രുക്കളൊന്നും ഇല്ലായിരുന്നു. സോളമന്റെ നാട്ടില് സോളമന് ശത്രുക്കളില്ലായിരുന്നു. ദൈവം അത്രമാത്രം കൃപകൾ നൽകി, ദൈവം അത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകി സോളമനെ പരിപാലിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ സോളമനും പതിയെ പതിയെ ദൈവത്തിന് ദൃഷ്ടി മാറ്റുന്നു. അനേകം വിദേശ വനിതകളെ പ്രേമിക്കുന്നു. അങ്ങനെ ഒത്തിരി സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ ഈ സ്ത്രീകള് ദൈവത്തിൽ നിന്നുള്ള ഇവന്റെ ദൃഷ്ടി മാറ്റി, ദൈവത്തിൽ നിന്ന് ഇവനെ മാറ്റി അത് വേറെ വിഗ്രഹങ്ങളിലേക്കും വേറെ ദേവന്മാരിലേക്കും ഈ സോളമനെ കൊണ്ടുപോകുന്നു. അങ്ങനെ സോളമൻ പരാജിതനാകുന്നു. സോളമന്റെ മരണശേഷം രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ഈ സോളമൻ എന്നും വിജയമായിരുന്നു. ദൈവത്തിന് ദൃഷ്ടി മാറ്റിയപ്പോൾ ഈ സോളമൻ പരാജിതനാകുന്നു. പത്രോസ് നമുക്കറിയാം. പത്രോസ് ദൈവം പറഞ്ഞു, നീ മുമ്പോട്ട് പോരെ, നടുക്കടലിൽ കൂടെ ദൈവസനിലേക്ക് കടന്നു വരിക. അപ്പോൾ പതിയെ പതിയെ തിരമാലകളിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ കർത്താവിന് ദൃഷ്ടി മാറ്റിയിട്ട് തിരമാലകളെ ആടി ഉലയുന്ന തിരമാലകളിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ അവൻ മുങ്ങിത്താഴാൻ ശ്രമിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇങ്ങോട്ട് പോരെ ധൈര്യമായിട്ട്. ദൈവത്തിൽ നിന്ന് പതിയെ പതിയെ ദൃഷ്ടി മാറ്റിയപ്പോൾ അവന് ജീവിതത്തിൽ വീഴാനുള്ള അവസ്ഥ ഉണ്ടാകുന്നു. യൂദാസ് ദൈവത്തെക്കാൾ അധികമായിട്ട് 30 വെള്ളിക്കാശിനെ സ്നേഹിച്ചപ്പോൾ കർത്താവിന് ദൃഷ്ടി മാറ്റി വെള്ളിക്കാശിലേക്ക് ദൃഷ്ടി പതിച്ചപ്പോൾ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നു. അങ്ങനെ അവസാനം തൂങ്ങി മരിക്കുന്നു. കർത്താവിന് ദൃഷ്ടി മാറ്റിയപ്പോൾ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എപ്പോഴാണ് പരാജയം സംഭവിച്ചിരിക്കുന്നത്? ഈ ദൈവത്തിൽ നിന്ന് ദൃഷ്ടി മാറ്റിയപ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചിരിക്കുന്നത്? ദൈവം എപ്പോഴും കൂടെയുണ്ട്. നീ കൂടെ വസിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുന്നു. ദൈവത്തിന്റെ കൂടെ ആയിരിക്കാൻ നമ്മൾ മറന്നുപോയപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചിരിക്കുന്നത്. എന്തിനു വിലപിക്കുന്ന നമ്മൾ ദൈവം എനിക്ക് കടബാധ്യതകളാണ്, എനിക്ക് മാത്രം നല്ല ജോലിയില്ല, അല്ലെ എനിക്ക് മാത്രം സാമ്പത്തിക സുസ്ഥിതിയില്ല നിലവിളിച്ച് പറയുമ്പോൾ കർത്താവ് പറയും, നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കൂടെ യാത്ര ചെയ്യാൻ മറന്നുപോയപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചത്. ദൈവത്തോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം. ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൽ നമുക്ക് കൃപകൾ നൽകും. ദൈവത്തോട് ചേർന്ന് എല്ലാവർക്കും ജീവിതത്തിൽ വിജയമായിരുന്നു. സാംസൺ ആദ്യകാലങ്ങളിൽ വിജയമായിരുന്നു, അല്ലെങ്കിൽ സോളമന് വിജയമായിരുന്നു, അല്ലെങ്കിൽ സാമൂലിന്റെ കൂടെ ആദ്യം ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച സൗളിന് ദൈവസന്നിധിയിലായിരുന്നപ്പോൾ വിജയമായിരുന്നു. ഒരു ദൈവത്തിൽ നിന്നൊക്കെ പതിയെ ദൃഷ്ടി മാറ്റിയപ്പോഴാണ്, ദൈവത്തിൽ നിന്ന് പതിയെ മാറിയെന്നപ്പോഴാണ് ഇവിടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവം നമ്മളെ വിളിക്കുക. ദൈവത്തോട് ചേർന്ന് ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് ഈ നോമ്പ് കാലത്ത്. അപ്പോൾ നമുക്ക് ദൈവത്തോടുകൂടെ യാത്ര ചെയ്യാം. ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം കൂടുതൽ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയും. ഈ ദൈവസന്നിധിയിൽ ഒരു പേര് കണ്ടെത്തണം. ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ ഈ പേരിനും പ്രശസ്തിക്കും വേണ്ടി അധ്വാനിക്കുന്ന ലോകമാണ്. പേരിനും പ്രശസ്തിക്കും വേണ്ടി അധ്വാനിച്ച് ഓടി നടക്കുന്ന ലോകം. സ്വന്തം പേരിന് തൊങ്ങലുകൾ കൊട്ടാൻ വേണ്ടി അധ്വാനിക്കുന്ന ഓടി നടക്കുന്ന പ്രാഞ്ചിയേട്ടന്മാരുടെ ലോകം. അല്ലെങ്കിൽ കോളേജിലൊക്കെ വിടുന്നതിന് മുമ്പ് പെൺകുട്ടികളോടൊക്കെ അമ്മമാരൊക്കെ പ്രത്യേകം പറഞ്ഞു വെക്കും, ദേ കൊച്ചെ പേര് ദോഷമൊന്നും കേൾപ്പിച്ചേ കിട്ടും കേട്ടോ. പേരിന് ദോഷം വരാതിരിക്കാൻ നമ്മളൊക്കെ ഒത്തിരി കഷ്ടപ്പെടുന്നവരാണ്. എനിക്ക് ദൈവസന്നിധിയിൽ ഒരു പേരുണ്ടോ? എന്താ ദൈവസന്നിധിയിൽ എൻ്റെ പേര്? ലൂക്കാസ് സുവിശേഷം കുറെ ധനികന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി. ലൂക്കാസ് സുവിശേഷം നമ്മൾ ആദ്യം കാണുന്ന ധനികൻ 12-ാം അധ്യായത്തിലാണ്. ആ ധനികന് കുറേയേറെ മഹിമകളുണ്ട്. ആ ധനികനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വെക്കുക. അവനുള്ള ധനികന്റെ ഹെഡിങ് ഇങ്ങനെ ഭോഷനായ ധനികൻ. ധനികൻ ഒത്തിരി ഗുണഗണങ്ങളുണ്ട്. അവന് പാരമ്പര്യമായിട്ട് കൈമാറ്റം കിട്ടിയ വിളഭൂമിയിൽ അവൻ വിളയെറിഞ്ഞു, വിത്തുകൾ എറിഞ്ഞു. അങ്ങനെ കറ്റകൾ വാരിക്കൂട്ടി അവൻ ഒത്തിരി കളപ്പുരകളിലും അറപ്പുരകളിലും ശേഖരിച്ചു. ഇനി ഒറ്റ പ്രശ്നമുള്ള അവന് ഇനി സംഭരിക്കാൻ സ്ഥലമൊന്നുമില്ല. ഒത്തിരി സംഭരിച്ചു വെച്ച് ഇനി സംഭരിക്കാൻ സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്നൊരു മനുഷ്യൻ. അങ്ങനെ ഒത്തിരി ലോകത്തിന് മുമ്പിൽ സംഭരിച്ചു. പക്ഷെ ദൈവത്തിന് മുമ്പിൽ സംഭരിക്കാൻ അവൻ മറന്നുപോയി. ഇങ്ങനെ ദൈവത്തിന് മുമ്പിൽ സംഭരിക്കാൻ മറന്നുപോയതുകൊണ്ട് അവന്റെ ദൈവസന്നിധിയിൽ ഒരു പേരില്ല. അവന്റെ പേരെന്ന് പറഞ്ഞ എത്രയേ ഉള്ളൂ? ഫോഷൻ. ഫോഷ. ദൈവം രാത്രി അവനെ വിളിക്കും, ഫോഷ ഈ രാത്രിയിൽ നിന്റെ ജീവനെ ഞാൻ ആവശ്യപ്പെട്ടാൽ നീ ഒരുക്കി വെച്ചിരിക്കുന്ന ആരുടേതായിത്തീരും? ദൈവസന്നിധിയിൽ അവനൊരു പേരില്ല. കാരണം അവൻ ദൈവസന്നിധിയിലെ സമ്പന്നനാകാൻ മറന്നുപോയി. ലോകസന്നിധിയിലെ സമ്പന്നനായപ്പോൾ, ലോകസന്നിധിയിലെ സമ്പത്ത് കൂട്ടിവെച്ചപ്പോൾ ലോകത്തിന് മുമ്പിൽ അവനൊരു പേരില്ലാതായിപ്പോയി. വീണ്ടും നമ്മളൊരു രണ്ടാമത്തെ ധനികനെ കാണുന്നു. ആ ധനികനെ കാണുന്ന ലൂക്കാസ് സുവിശേഷം 16-ാം അധ്യായത്തിലാണ്. നമുക്കൊക്കെ ഒത്തിരി സുപരിചിതനായ ഒരു ധനികനാണ്. ലാസറിന്റെയും ധനവാന്റെയും ഉപമയിലെ ധനികൻ. ദൈവം ലാസർ എന്നൊരു മനുഷ്യനെ ധനികന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇവനെ ശുശ്രൂഷിക്കണം, ഇവന് നന്മയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇവന് വിശക്കുമ്പോൾ ആഹാരമായിട്ട് നീ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞൊരു ധനികന് ഈ ലാസർ എന്നൊരു മനുഷ്യനെ കൂടെ ഇട്ട് കൊടുത്തു. വചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കും, ധനികന്റെ മേശയിൽ നിന്ന് ലഭിക്കുന്ന ഇച്ചിരി കഷ്ണങ്ങൾ പോലെ തൃപ്തി അടയാൻ വേണ്ടി ലാസർ ശ്രമിച്ചു. പക്ഷെ അതും അവന് കിട്ടിയില്ല. രണ്ടുപേരും മരിച്ചു. ധനികനായ മനുഷ്യനൊരു പേരില്ല, പക്ഷെ ദരിദ്രനൊരു പേരുണ്ട്, ലാസർ. ദൈവം ദാനമായിട്ട് കൊടുത്ത ലാസർ എന്നൊരു മനുഷ്യനെ സഹായിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സമ്പന്നനാകാൻ മറന്നുപോയതുകൊണ്ട് ഈ ധനികന് ദൈവസന്നിധിയിൽ ഒരു പേരില്ല. ഇവന്റെ പേര് ധനികൻ എന്ന് മാത്രമാണ് അവശേഷിക്കുന്നു. ഇവൻ നരകത്തിലേക്ക് പോകുന്നു, ലാസർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. ദൈവസന്നിധിയിൽ ഈ ധനികന് ഒരു പേരില്ല. കാരണം ദൈവം ദാനമായിട്ട് കൊടുത്ത ലാസറിനെ ശുശ്രൂഷിക്കാൻ മറന്നുപോയതുകൊണ്ട് അവനൊരു പേരില്ലാതെ അവശേഷിക്കുന്നു. ധനികൻ എന്ന് മാത്രമായിട്ട് അവശേഷിക്കുന്നു.